ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ പഴയതുപോലെ തന്നെയുള്ള ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഒരു ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അത്രയ്ക്ക് വൈകിപ്പോയി. കാരണം നമുക്ക് വീഡിയോ എടുക്കാനല്ല പാട്, അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതും ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ വർക്കുകളും ഇപ്പോൾ പോരാത്തതിന് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അന്നൊരു ദിവസം കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ആക്കാം. അപ്പോൾ ഒരു മാസമായിട്ട് സ്കൂളിലും പോകണം, പിന്നെ നമ്മുടെ കേക്കിൻ്റെ വർക്കുകളും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടന്ന് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരിതുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ലാഗ് ആവണത്. അപ്പോൾ ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കണത്, പക്ഷെ നടക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തലേന്ന് അരച്ച ദോശയ്ക്ക് വേണ്ടിയിട്ട് അരച്ച കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി ആക്കാം. തലേന്ന് ദോശയായിരുന്നു, അപ്പോൾ പിന്നെ അന്ന് ഇഡ്ഡലി ആക്കാം. പിന്നെ 2 ദിവസം മുന്നേ സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇനി കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ പിന്നെ സാമ്പാറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്ക് ഇഡ്ഡലിക്ക് സാമ്പാറാണ് കേട്ടോ പൊതുവേ ഇഷ്ടം. എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല, സാമ്പാർ തന്നെയാണ് ഇഷ്ടം. പിന്നെ ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത്ര ഇഷ്ടമില്ല. അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ കൂടെ ഉണ്ടെങ്കിലാണ് ഇഡ്ഡലി കഴിക്കാൻ എനിക്കൊരു രസമുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഇന്ന് ലഞ്ചിന് സ്കൂളിൽ മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ ദിവസം ഒരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ തലേന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും, കല്യാണം എന്തെങ്കിലുമൊക്കെ കാണും. അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും വീട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ചോറ് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തുവിടാൻ ചോറും ഇല്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സ്പെഷ്യലാക്കി കൊടുത്ത് വിടലുണ്ട് കേട്ടോ, അരിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കുറച്ച് അരി ഇരിക്കണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മുട്ടയുണ്ട്, വേറെ ചിക്കനും ബീഫൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇപ്പോൾ അങ്ങനെയായാലും മതിയല്ലോ. സാധാ ചോറ് കഴിക്കണേക്കാളും എന്തുകൊണ്ടും അവർക്ക് ഇഷ്ടം ഇത് തന്നെയായിരിക്കും. ചോറ് കൊടുത്തു വിടുന്ന ദിവസം പകുതി മുക്കാലും കളഞ്ഞു എന്നും പറഞ്ഞാണ് കേട്ടോ തിരിച്ചു വന്നത്. പക്ഷേ ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും കൊടുത്തു വിടുന്ന ദിവസം ഫുള്ള് കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ നമുക്ക് എന്നും അങ്ങനെ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ എല്ലാം തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടിൽ പൈപ്പ് വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആ വെള്ളം പച്ചവെള്ളമായിട്ട് കുടിക്കാറില്ല, തിളപ്പിച്ചാറ്റിയാണ് കേട്ടോ വെള്ളം കുടിക്കാറ്. അപ്പോൾ ഒരു കലത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ടേബിളിൻ്റെ പുറത്തൊരു ജഗ്ഗും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അത് ജഗ്ഗിൽ ഒരു അരഭാഗം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ അടുത്ത വെള്ളം കലത്തിൽ തീർന്നിട്ടുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ പതിവ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കലത്തിൽ ഒരു 3/4 ഭാഗം ഉണ്ട്, ജഗ്ഗിലാണെങ്കിൽ തീരാറെ അയക്കണം. അപ്പോൾ ജഗ്ഗിലും ഊറ്റി നിറച്ചു. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുള്ള കുപ്പിയിലും വെള്ളം നിറച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയാകുമ്പോൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാമെന്നും വെച്ചതും. കാരണം ഞാൻ സ്കൂളിൽ ബിരിയാണി ഒന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല. ലഞ്ചിൻ്റെ ടൈമിൽ കഴിക്കാൻ എനിക്ക് അങ്ങനെ അത്ര താല്പര്യമില്ല. അതിപ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കാൻ നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോഴും എനിക്കതിനോട് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് വേണ്ടല്ലോ എന്ന് ഇപ്പം അങ്ങനെ വല്ലതും വീട്ടിലില്ലാത്തതുകൊണ്ട് ചോറില്ലാണ്ട് നമ്മളങ്ങനെ സ്പെഷ്യൽ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിക്കലാണ് കേട്ടോ പതിവ്. സ്കൂൾ തൊട്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ വരികയൊക്കെ ചെയ്യായിരുന്നു. ഇന്ന് പിന്നെ എന്തായാലും വേണ്ടായിരുന്നു, ഞാൻ ഉച്ചയ്ക്ക് പോകുന്ന കാരണം അങ്ങനെ. അപ്പം നമ്മൾ സാമ്പാറിന് വേണ്ടി വേവിക്കാൻ വെച്ച പരിപ്പെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെജിറ്റബിൾസും പുളിയെല്ലാം പിഴിഞ്ഞ് അത് റെഡിയാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നേ വരെ സാമ്പാറിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കലുണ്ടായില്ല കേട്ടോ. തക്കാളിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. തക്കാളി ഇടുമ്പോഴൊന്നും അത്രയും നമുക്ക് പുളി ഉള്ളതായിട്ട് ഫീൽ ചെയ്യാറേയില്ല. പിന്നെ അത് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പൊടികളൊക്കെ ഇടാൻ നേരത്ത് അതിപ്പോൾ ഞാൻ ഏത് കറിയിലും എൻ്റെ പഴയ വ്ളോഗ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ നേരത്തും ബീഫ് വയ്ക്കാൻ നേരത്തും എല്ലാം ഞാൻ പൊടികൾ സെപ്പറേറ്റ് വേറെ ചൂടാക്കിയിട്ട് ഇടലാണ് കേട്ടോ പതിവ്. പക്ഷേ സാമ്പാറിൽ അങ്ങനെ എല്ലാവരും ഇടുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ചെയ്താലാണ് ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പൊടികളൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്ത് കറിയിലും ഇങ്ങനെ സെപ്പറേറ്റ് ചൂടാക്കി ഇടുമ്പോഴാണ് എനിക്ക് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പാനിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ടൈം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചു. പിന്നെ സാമ്പാറിലേക്ക് നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് അതും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ഓരോ പണി ചെയ്യുമ്പോഴും രാവിലെ പ്രത്യേകിച്ച് ഓരോ പണി ചെയ്യുമ്പോഴും അതിൻ്റെ ഒപ്പം വരുന്ന ഓരോരോ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കലാണ് പതിവ്. ഇതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ നടക്കുന്നതിൻ്റെ പുറകെ ഇങ്ങനെ ട്രൈപോഡും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കുറച്ച് അവിടെ കിടന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ തലേന്ന് ഞാനൊരു 12:45 1 മണിയൊക്കെ ആയ ടൈമിലാണ് തോന്നുന്നുണ്ട് കിടന്നത്. കാരണം കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത 2 പാൻ മാത്രം ഞാൻ വെള്ളമൊഴിച്ച് അവിടെ വെച്ചിട്ട് കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൽ നമുക്ക് കുറച്ച് നേരം വെള്ളമൊഴിച്ചൊന്ന് കുതിർന്നില്ലെങ്കിൽ നമുക്ക് കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ അത് മാത്രം അവിടെ വച്ചിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ അത് കഴുകാൻ കിടക്കുന്നുണ്ട്. അതും നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയ ഓരോ തട്ടുകളും അതും കഴുകാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബിരിയാണി കാടമുട്ട വെച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കാടമുട്ട കുറഞ്ഞത് ഒരു 5 ഉണ്ടാകും എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയ സമയത്ത് ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് വേണ്ട, വേറൊരു ദിവസം അത് വെച്ച് ചെയ്യാം, ഇപ്പോൾ സാധാ മുട്ട വെച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു 3 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ അരി കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ എൻ്റെ കേക്കിൻ്റെ നമ്മൾ 1 കപ്പായിട്ട് മെഷർ ചെയ്യണ ആ കപ്പിൻ്റെ ഒരു 1.5 കപ്പോളം ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊന്നും കഴിക്കുമൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടായാലും ബാക്കി ഇരുന്നാൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നത് ഫുള്ള് ഞാൻ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ബിരിയാണി ഉണ്ടാക്കി ദം ചെയ്യുന്ന ആ ഒരു പാനിൽ തന്നെ ചോറ് വേവിച്ചെടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, ആദ്യം നമുക്ക് റൈസ് മാത്രം സെപ്പറേറ്റ് കുക്കറിൽ സാധാ പോലെ വേവിച്ചെടുത്തിട്ട് നമുക്ക് ഗ്രേവിയൊക്കെ റെഡിയാക്കി പാനിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധാരണ പോലെ തന്നെ കുക്കറിൽ വെള്ളം വെച്ച് നമ്മുടെ മസാല കാര്യങ്ങളെല്ലാം, അതായത് പട്ട ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അരി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ മാക്സിമം പോയി, അത്രയും മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്നും എൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയ സമയത്ത് ഒരു 4 5 വിസിലെങ്ങാണ്ട് അടിച്ചു. പിന്നെ ഞാൻ തുറന്ന് വിടാൻ പോയില്ല, കാരണം തുറന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വേവാതെ വന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വെച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കർ തുറന്ന സമയത്ത് നന്നായിട്ട് വെന്തായിരുന്നു കേട്ടോ. പക്ഷേ പിള്ളേർക്കൊക്കെ അങ്ങനെ കഴിക്കായിരിക്കും നല്ലത്. സാധാരണ ഞാൻ കുക്കറിൽ പിള്ളേർക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യണ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ടാകും. പിന്നെ കുറേ സമയം കഴിഞ്ഞ് അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു നമ്മുടെ സാധാരണ അരി പോലെ അതേ പരുവത്തിൽ വേവാതെ നിൽക്കും. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടാലും ഉച്ചയാകുമ്പോഴും ഇത് തന്നെയായിരിക്കുമല്ലോ അവസ്ഥ. അപ്പോൾ ഒരു ഇതിൽ നോക്കുമ്പോൾ അത്രയും വെന്ത് പോയാലും പ്രശ്നമൊന്നുമില്ല, അവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ ചോറെല്ലാം വച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സാമ്പാറെല്ലാം താളിച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറവിടെ വേവണ സമയം കൊണ്ട് നമുക്ക് ഈ നമ്മുടെ നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെയാണ് ബിരിയാണി റെഡിയാക്കി എടുക്കണത്. അപ്പോൾ സെയിം എണ്ണയിൽ തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മുന്തിരി വറുത്തെടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് സവാളയും കൂടെ വറുത്തെടുക്കണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം എണ്ണയിലേക്കാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാള വാട്ടണതും എല്ലാം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയും കണ്ട റെസിപ്പി അല്ല. ഞാൻ മുട്ട മന്തി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി എൻ്റേതായ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഫോളോ ചെയ്യാം കേട്ടോ. കാരണം പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്നും ഈ ചോറൊക്കെ തന്നെ നമ്മൾ മാറ്റി ബ്രേക്ക്ഫാസ്റ്റും അല്ലാതെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരായിരിക്കാം എല്ലാവരും. എന്നാലും ഇതുപോലെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിള്ളേർ സാധാരണ കഴിക്കണേക്കാൾ കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ സവാളയും ഒന്ന് വറുത്ത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടത്. അപ്പം അത് നമുക്ക് മുട്ട ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാട്ടി മീൻസ് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അതും കോരി മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ ബിരിയാണിക്ക് ചെറുതായിട്ടൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു.
പിന്നെ ആ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇടാം. നമ്മുടെ മക്കൾ എന്തോരം എരിവ് കഴിക്കും എന്നൊക്കെ ഉള്ളവരും നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് മസാലകളൊന്നും അതിനകത്തേക്ക് ഇട്ടില്ല. കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കും കൂടെ കഴിക്കാനുള്ളതാണെങ്കിൽ ഞാൻ കുറേ എരിവും കാര്യങ്ങളൊക്കെ വാരിക്കോരിയിട്ടേനെ. കുറേ എന്നല്ല, എനിക്ക് അത്യാവശ്യം നല്ല എരിവ് വേണം. പിന്നെ ഇവിടെ ഉമ്മാക്കും പിള്ളേർക്കും ഒന്നും എരിവ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ റെസിപ്പിയിൽ എനിക്ക് അങ്ങനെ നോക്കാനുണ്ടായില്ല. പിള്ളേരും പിന്നെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഉമ്മായും കഴിക്കും. അങ്ങനെ പിന്നെ എനിക്ക് വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എരിവൊക്കെ വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് മുളക് പൊടിയും, അതായത് കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വെന്തോ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം വെന്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും സീനില്ല, അങ്ങനെ വേവാണ് നല്ലത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സവാളയിൽ പൊടികളൊക്കെ ഇട്ടൊന്ന് വാട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റൈസ് ചെന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, അത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറ് ഇട്ട് കൊടുത്ത് ദം ചെയ്യാൻ നേരത്ത് ഒരു പാൻ അടിയിൽ വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ചോറ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടകൾ, പൊരിച്ച് വെച്ച മുട്ടകൾ നമ്മൾ കുറച്ച് പീസുകളാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ച സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് അങ്ങനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിം വേണമെന്നില്ല, സിമ്മിൽ തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ എന്തെങ്കിലും കൊടുത്ത് വിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കാരണം അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴും രാവിലത്തെ മുട്ട ബിരിയാണി ബാലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അത് വൈകുന്നേരം അതാണ് കൊടുത്തത്. പിന്നെ നമ്മളൊരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുട്ട എടുത്ത് മാറ്റണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ മുട്ട ചിലപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ആ മുട്ട എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റുക എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ മാറ്റിയിട്ട് മൊത്തം ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ തലേന്ന് വീട്ടിൽ തേങ്ങാച്ചോറായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കുറച്ച് കച്ചമ്പർ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് അതും കൂടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചത്. കാരണം അത് അല്ലെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വരും. കാരണം നമ്മൾ വെഞ്ചോറിനൊന്നും കച്ചമ്പറൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് ചോറുണ്ടാക്കി കൊടുത്തുവിടാന്നുണ്ടെങ്കിൽ അതും കൂട്ടി കൊടുത്തുവിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്നാക്സ് ഇപ്പോൾ ഒരാൾക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. 2nd സ്റ്റാൻഡേർഡാണോ 3rd സ്റ്റാൻഡേർഡാണോ കറക്റ്റ് ഓർക്കുള്ള അതുവരെയാണ് കേട്ടോ അപ്പോൾ സ്നാക്സ് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതും സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും അങ്ങനെയൊക്കെ മാത്രമേ കൊണ്ടുപോകാവുള്ളൂ. അല്ലാതെ ബേക്കറിയോ നമ്മുടെ കപ്പ് കേക്ക് കാര്യങ്ങൾ പിന്നെ ജങ്ക് ഫുഡ്സ് ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. മൊത്തത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ഓരോ ദിവസം സ്നാക്സ് ഒപ്പിക്കാൻ. ഒരാൾക്ക് ഒപ്പിച്ചാൽ മതി, എന്നാലും ഒരാൾക്കായാലും വേണമല്ലോ അങ്ങനെ. അപ്പോൾ പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സായിട്ട് ആപ്പിളും വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് നട്ട്സ് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അന്നത്തെ ദിവസം ഫ്രൂട്ട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വേറെ എക്സ്ട്രാ ഫ്രൂട്ട്സും എന്തെങ്കിലും 2 ഫ്രൂട്ട്സും കൊടുത്തു വിടണമായിരുന്നു. കാരണം എല്ലാ കുട്ടികളും കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് എല്ലാം അവരൊന്നിച്ചാക്കിയിട്ട് ഫ്രൂട്ട് സലാഡാക്കി പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഒരു ആപ്പിളും ഒരു പഴവും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കാണിക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.